ആറാം കൽപ്പന. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിയെ സംരക്ഷിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന പ്രമാണമാണ് വ്യഭിചാരം ചെയ്യരുത് എന്നത്. നോമ്പ് കാലത്ത് ഈ കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കേവലം ശാരീരികമായ ഒരു വിലക്കിനപ്പുറം നമ്മുടെ ചിന്തകളെയും നോട്ടങ്ങളെയും പെരുമാറ്റങ്ങളെയും ദൈവികമായ നൈർമല്യത്തിലേക്ക് ഉയർത്തുവാനുള്ള വിളിയാണെന്ന് നാം തിരിച്ചറിയണം. ഈശോ തൻ്റെ പർവ്വത പ്രസംഗത്തിൽ ഈ കൽപ്പനയ്ക്ക് ആഴമേറിയ ഒരർത്ഥം നൽകി. ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ബാഹ്യമായ പ്രവൃത്തികൾ പോലെ തന്നെ നമ്മുടെ ചിന്താലോകവും ശുദ്ധമായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ അശുദ്ധമായ കാഴ്ചകളിൽ നിന്നും ചിന്തകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക എന്നത് ഈ നോമ്പ് കാലത്തെ വലിയൊരു ത്യാഗമാണ്. നമ്മുടെ നോട്ടങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കുന്ന ആലയമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ഈ തിരിച്ചറിവ് സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും ആദരവോടെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കണം. മറ്റൊരാളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന ഇന്നത്തെ സംസ്കാരത്തിന് വിപരീതമായി ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ പ്രതിരൂപം ദർശിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ അന്തസ്സിനെ വ്രണപ്പെടുത്താത്ത രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. വിശുദ്ധിയുടെ ഉറവിടമായ ദൈവമേ, അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും നോട്ടങ്ങളിലും വാക്കുകളിലും അവിടുത്തെ നൈർമല്യം നിറയ്ക്കണമേ. പ്രലോഭനങ്ങളിൽ വീഴാതെ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.